എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളി കല്ലമ്പലം കോരണി വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്നാണ്. കല്ലുംതാഴ മുതൽ ചവറ KMML വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. പാരിപ്പള്ളി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ ഒരു സെക്ഷനിലെ കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത്. ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ആറിയ വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറും മുക്കട നിർമ്മിക്കുന്ന അണ്ടർപാസും ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ഡിസ്റ്റൻസ് ഉള്ളതിനാൽ ഇവിടെ നിന്നും ഉയർന്നു തന്നെയാണ് പോകുന്നത്. മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൽ നിന്ന് ആരംഭിച്ച് പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തുമ്പോൾ അല്പം താഴ്ന്നതിന് ശേഷം വീണ്ടും ഉയർന്ന് പാരിപ്പള്ളി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി അണ്ടർപാസിനകത്തൂടെ ഗതാഗതം അനുവദിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 2 വീലേഴ്സ് ഒഴിച്ച് മറ്റു വാഹനങ്ങളൊന്നും ഇപ്പോൾ അതുവഴി പോകുന്നില്ല. വർക്കലയിലേക്ക് ബസ്സുകളും മറ്റ് ഹെവി വാഹനങ്ങളും തിരിഞ്ഞു പോകുമ്പോൾ വാഹന ഗതാഗതത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് താൽക്കാലികമായി അടച്ചിരിക്കുന്നത്. ഇവിടെയും അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ റോഡിൻ്റെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്നത് കടമ്പാട്ടുകോണം ഭാഗത്തേക്കാണ്. മുക്കടയിൽ അണ്ടർപാസ് അനുവദിക്കുന്നതിന് മുന്നേ പാരിപ്പള്ളിയിൽ നിന്നുള്ള എൻട്രി പോയിൻ്റ് മുക്കട ജംഗ്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അണ്ടർപാസ് വന്നതിന് ശേഷം എൻട്രി പോയിൻ്റ് അവിടെ നിന്നും മൂവ് ചെയ്ത് കടമ്പാട്ടുകോണത്തായിരിക്കാം ഇനി വരുന്നത്. ഇതുവരെയും അതിൻ്റെ നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ടില്ല. കടമ്പാട്ടുകോണത്ത് RDS പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അത് RKC എന്ന കമ്പനിയാണ് ചെയ്യുന്നതെന്നും കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്നും കടമ്പാട്ടുകോണം ജംഗ്ഷൻ വരെയുള്ള മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ലൈറ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അല്പം താഴ്ന്ന പ്രദേശമായതിനാൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് ഫാർമസി ജംഗ്ഷനിലേക്കാണ്. ഇവിടെ ഏകദേശം 1/2 കിലോമീറ്ററോളം സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ്ങാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൈലിൻ്റെയും പൈൽ ക്യാപ്പിൻ്റെയും ഒരു സൈഡിലെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. 28-ാം മൈൽ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനിലെത്തുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡിന് വേണ്ടിയുള്ള മണ്ണ് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കുള്ള അണ്ടർപാസിനടുത്തേക്കാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം വളരെ നേരത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. ലെഫ്റ്റ് സൈഡ് അല്പം താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ ആറിവാൾ വർക്കാണ് ചെയ്യുന്നത്. വളരെ നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആറിവാൾ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണ് മാറ്റിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു JCBയുടെ സഹായത്തോടുകൂടി ആ വെള്ളമെല്ലാം കോരി മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്ക് നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ പണി വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആയതാണ്. ഇവിടെ നിന്നും നേരെ പോകുന്നത് നാവായിക്കുളം ജംഗ്ഷനിലേക്കാണ്. നാവായിക്കുളം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആറിവാളിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ വളരെ സ്ലോയിലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നാവായിക്കുളം ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ മെറ്റൽ നിരത്തിയതിന് ശേഷം ബിറ്റുമിൻ ലിക്വിഡ് ലെയറാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ ടാറിങ് വർക്ക് നടക്കുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്നും നേരെ മുന്നോട്ട് പോകുന്നത് തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിനടുത്തേക്കാണ്. പാരിപ്പള്ളി മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോ പലതവണ ചെയ്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ അതുവഴി വാഹന ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. നിന്നും നേരെ പോകുന്നത് കല്ലമ്പലം ഭാഗത്തേക്കാണ്.
റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗത്ത് ബിറ്റുമിൻ ലിക്വിഡ് ലെയർ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായി ടാറിങ് ചെയ്തിരിക്കുന്നതായി കാണാം. ഏകദേശം 1 മാസത്തിന് മുന്നെയാണ് ഇതുവഴിയുള്ള വീഡിയോ ചെയ്തിരുന്നത്. അന്ന് ഇവിടെ ഗർഡറിന് ആവശ്യമായിട്ടുള്ള കമ്പി കെട്ടിവെച്ചിരുന്നതായി കണ്ടു. ഇപ്പോൾ അത് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. ഇത് കല്ലമ്പലത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയാണ് ഇവിടെ ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കല്ലമ്പലം ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല. 1 വർഷത്തിന് മുന്നേ ചെയ്ത പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്കുകൾ മാത്രമാണ് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നത്. ഈ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും ഒക്കെ മുകളിൽ വയ്ക്കാനുള്ള ഗർഡറിൻ്റെ വർക്കാണ് ഇതിനു മുന്നേ കണ്ടത്. കല്ലമ്പലത്ത് നിന്നും മുന്നോട്ട് വരുമ്പോൾ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ മെറ്റൽ നിരത്തി ഫസ്റ്റ് ലെയർ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലെയും സർവീസ് റോഡുകളിൽ മെറ്റൽ നിരത്തിയിട്ടുണ്ട്. അവിടെ ഇതുവരെയും ടാറിങ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നും നേരെ പോകുന്നത് ആഴാങ്കോണം ഭാഗത്തേക്കാണ്. ആഴാങ്കോണം എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. കൂടാതെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യുന്ന വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആയങ്കോണം ജംഗ്ഷനിൽ നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് വിളിക്കുന്ന നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്നത്. ആഴംകോണം ഭാഗത്ത് ഒരു ഓവർപാസാണ് വരുന്നത്. ഈ ഓവർപാസിന് വേണ്ടിയുള്ള ഗർഡറുകൾ നിർമ്മിക്കുന്ന വർക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിനുവേണ്ടിയുള്ള കമ്പി കെട്ടുന്ന വർക്കാണ് ഇപ്പം നടക്കുന്നത്. ആഴംകോണത്ത് നിന്നും ആരംഭിച്ച് മാമം പാലത്തിനടുത്താണ് NH ചെന്ന് നിൽക്കുന്നത്. നമുക്ക് ഇനി ആ ഭാഗത്തെ കാഴ്ചകൾ കാണാം. മാമം പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡിലൂടെയാണ് നാഷണൽ ഹൈവേ 66 ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. റോഡിൻ്റെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും മെയിൻ റോഡിൻ്റെ വർക്കുമാണ് ഇപ്പോൾ നടക്കുന്നത്. പാലമൂട് ഭാഗം എത്തുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്ത് ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റീറ്റേണിംഗ് വാളിൻ്റെ വർക്കും നടക്കുന്നുണ്ട്.
പാലമൂട് നിന്നും നേരെ പോകുന്നത് കോരണിയിലേക്കാണ്. കോരണിയിലെ അണ്ടർപാസ് ആൾറെഡി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറിവാളിൻ്റെ വർക്കും റൈറ്റ് സൈഡിൽ ആരംഭിച്ചിട്ടുണ്ട്. കോരണിയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സൈഡിലെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം നടക്കുകയാണ്. കൂടാതെ മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന വർക്കും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുമ്പോൾ 1% വർക്ക് പോലും ഈ ഭാഗങ്ങളിൽ നടന്നിട്ടില്ല. ഉടൻ തന്നെ വർക്ക് ഫാസ്റ്റാവും എന്ന പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയുമായി വരാം. കല്ലുവാതുക്കൽ, ചാത്തന്നൂർ, കൊട്ടിയം, മേവറം ഈ ഭാഗങ്ങളിലെ വർക്ക് അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.